കുഞ്ഞ് അച്ഛാ വാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നിങ്ങനെ കുഞ്ഞിനെ വിളിക്കുന്നു. ഹസ്ബൻഡ് തന്നെയാണ് ഈ ബോഡി അവിടുന്ന് അഴിച്ച് തുണി കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആത്മഹത്യയല്ല, ഇത് അവൻ അപായപ്പെടുത്തിയെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. നമസ്കാരം. കൊല്ലം ജില്ലയിലെ അഞ്ചൽ പനയഞ്ചേരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ പലപ്പോഴായി പല സന്ദർഭങ്ങളിലായി ഭർതൃഗൃഹത്തിലും അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം താമസിക്കുന്ന യുവതികൾ ആത്മഹത്യ ചെയ്ത നിലയിലും അല്ലെങ്കിൽ മരണപ്പെട്ട ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം വാർത്തകൾ മാധ്യമങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ കൊല്ലം അഞ്ചലിലെ പനയഞ്ചേരിയിൽ നിന്നും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. കാർത്തിക വി നായർ എന്നാണ് യുവതിയുടെ പേര്. 35 വയസ്സാണ് പ്രായം. എനിക്കൊപ്പം ഉള്ളത് കാർത്തികയുടെ അച്ഛനും അമ്മയുമാണ്. ഫെബ്രുവരി 20-നാണ് കാർത്തികയെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ മരണത്തിൽ ഇപ്പോൾ ഈ രക്ഷിതാക്കൾ ദുരൂഹത ആരോപിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നിഖിലിനെതിരെ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കർണാടക പോലീസിന്റെ പരിധിയിലായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. എന്നാൽ പോലീസ് വേണ്ടത്ര രീതിയിൽ ഈ അന്വേഷണം കാര്യക്ഷമമാക്കാത്തത് കൊണ്ട് തന്നെ കേരള പോലീസ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നു. ഏതായാലും ഈ കാർത്തിക വി നായരുടെ മരണത്തിലെ ദുരൂഹത അഴിക്കാൻ കേരള പോലീസിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ അച്ഛനും അമ്മയും. ശരിക്കും മകള് ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പറയുന്നത്. ആത്മഹത്യയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആത്മഹത്യ കാര്യമില്ല. സാമ്പത്തികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല, ജോലിയിട്ട് ബുദ്ധിമുട്ടില്ല, താമസിക്കുന്ന സ്ഥലമുണ്ട്, മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ മരിച്ചു എന്ന് പറയുന്ന റൂമൊക്കെ വീട് മൊത്തത്തിൽ തുറന്നു കിടക്കുമായിരുന്നു. ഇവിടെ കുഞ്ഞ് ആ സമയത്ത് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സംഭവം നടക്കുന്ന തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മുമ്പാണ് അവള് ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്നത്. ഒരു ആള് ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നാൽ ഉടനെ എനിക്കൊന്ന് പറഞ്ഞാൽ നമുക്കത് കൊണ്ടുണ്ട് അവിടെ കയറി വരുന്നത് കാണുന്നുണ്ട്. പിന്നെ കുഞ്ഞ് അവള് തള്ളെ വിളിച്ചു, പൊടിക്ക് വിളിച്ചു. അപ്പോൾ തള്ള അനക്കുന്നില്ല. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന അവൻ സ്റ്റെപ്പിറങ്ങി താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നത് നമ്മൾ അവിടെ നടക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞ് അച്ഛാ വാ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നിങ്ങനെ കുഞ്ഞിനെ വിളിക്കുന്നു. ഞാൻ കാർത്തികയുടെ മാമനാണ്. ഇത് സംഭവം അളിയനെ ആദ്യം അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് അയാളുടെ സുഹൃത്താണ് വിളിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഞാൻ ആ നമ്പർ എടുത്തിട്ട് എൻ്റെ മൊബൈലിൽ നിന്നാണ് ഞാൻ പിന്നെ തിരിച്ച് അദ്ദേഹത്തെ വിളിക്കുന്നത്. വിളിച്ചപ്പോഴാണ് ഇങ്ങനത്തെ സംഭവം നടന്നതായിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഈ സമയത്തിന് നമ്മുടെ അടുത്ത് ഇവരെ അറിയിക്കുന്നതിന് മുമ്പേ ഈ കാർത്തികയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ബാംഗ്ലൂർ എത്തിയെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിന് മുൻപേ അവരെ അറിയിക്കുകയും അവർക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവർ നേരത്തെ അങ്ങ് ചെന്നു. വെളുപ്പിനെ 4 മണിക്കാനുള്ള ഫ്ലൈറ്റിലാണ് അളിയനൊക്കെ ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നത്. അപ്പോൾ ഇത് അവിടെ ചെല്ലുമ്പോൾ ഈ ഹസ്ബൻഡ് തന്നെയാണ് ഈ ബോഡി അവിടുന്ന് അഴിച്ച് തുണി കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നെങ്കിൽ അത് പോലീസല്ലേ അത് ചെയ്യേണ്ടത്. ഇവിടെ ഭർത്താവ് 2026 ജനുവരി മെക്സിക്കോയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കമ്പനി വിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അവർ 2029 26 അവസാന സന്ദർഭത്തിൽ, അതായത് ജനുവരി 29 ഇവൻ തിരിച്ചു വരുന്നത്. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവന്റെ ഫോണിൽ പിന്നെ എന്തൊക്കെയോ കണ്ടായിരിക്കും. അവർ നിങ്ങളിൽ വലിയ വിഷയം ഉണ്ടാകുന്നത്. ഉണ്ടായിട്ട് അവർക്ക് സംശയം തോന്നിയ പിന്നീടാണ് ഇവനിങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നത്. അവൻ തന്നെ സമ്മതിച്ചതാണ്. അവൻ തന്നെയാണ് ഇത് സമ്മതിക്കുന്നത് ഞങ്ങളോട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ നമ്മൾ അവരുടെ രീതിക്ക് അങ്ങ് വഴിപ്പെട്ട് കൊടുത്തു. അപ്പോൾ അവൻ നമ്മളെ വിശ്വാസമുണ്ട്. ഞങ്ങൾ പിന്നെ ഒന്നിനും പോകത്തില്ലെന്നൊരു ധാരണ ഇവന് വന്നു. അത് കാരണം ഇവൻ എല്ലാ വിവരവും ഞങ്ങളോട് പറഞ്ഞു. അതാണ് നമുക്ക് സംശയത്തിന് ഇടവരാൻ കാരണം. നമുക്കിതിൻ്റെ കൃത്യമായ ഒരു ഇതുണ്ടാവണം, വ്യക്തമായ അത് നമുക്കറിയണം. ഇത് കൊലപാതകമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായും അതിൻ്റെ ശിക്ഷ ലഭിക്കണം. ഇദ്ദേഹത്തിൻ്റെ അച്ഛന് അവിടെ എയർപോർട്ടിലെന്തോ ജീവനക്കാരനായിരുന്നു. അവിടെ നല്ല ഹോൾഡാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പോലീസിലുമൊക്കെ ഇദ്ദേഹം വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് അവിടെ ആദ്യം തന്നെ അവരത് ഫോർവേഡ് ചെയ്യാഞ്ഞതും അത് മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞതും അതുകൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതെല്ലാം മാറ്റി നിർത്തി നമുക്ക് നീതി കിട്ടണം. കാർത്തികയുടെ ജീവന്
പോയതിൽ രക്ഷിതാക്കൾക്ക് ഞങ്ങൾക്കും എല്ലാവർക്കും നീതി കിട്ടണം. അതിന് വേണ്ടുന്ന അതിൻ്റെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞങ്ങൾ അതിന് തയ്യാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുള്ളത്. അത് നമുക്കതിന് നീതി ലഭിക്കണം. പിന്നീട് അറിയുന്നത് ഇത് ആത്മഹത്യയല്ല, ഇത് അവൻ അപായപ്പെടുത്തി ഞങ്ങൾ 100% വിശ്വസിക്കുന്നത്. ഞങ്ങൾ അറിയുന്നത് 7 കഴിഞ്ഞാണ് അറിയുന്നത്. 7 കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു. എന്നോട് ഒരു ഫോൺ മുഖാൾ വന്ന് പിന്നെ ഞങ്ങൾ കാർത്തികയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാർത്തികയുടെ ഫ്രണ്ടാന്ന് പറയുമ്പോൾ ഇത്രയും പേര് വിളിക്കണം. ഞാൻ വിചാരിച്ചോട് ഹോസ്പിറ്റലിൽ നിന്ന് അല്ല ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് വല്ല ആക്സിഡൻറ്റും ആയിരിക്കും വെച്ച് വലിയ അത്ര ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. കയ്യോ കാലം മുട്ടോ അല്ലെങ്കിൽ കയ്യോ വണ്ടി തട്ടോ കാണിച്ച് ചെറിയ അല്ല ഇത് കാർത്തിക ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് അപ്സെറ്റായി. എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നവൾ എനിക്ക് സുഖമില്ലാത്തതിന് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് പ്ലെയിനിൽ കൊണ്ടുവന്ന് പിന്നെ കിംസിൽ അഡ്മിറ്റ് ചെയ്തിട്ട് രാവിലെ കൊണ്ടാക്കിയിട്ട് അന്ന് വൈകിട്ട് തന്നെ അവിടെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും ബാംഗ്ലൂരിൽ പോയ അത്ര സ്നേഹമുള്ള മോളാണ്. അപ്പൊ ഇവള് പിന്നെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. ഈ അച്ഛനും അവരുടെ അച്ഛനും അമ്മയും ഞങ്ങളടുത്ത് വിളിച്ച് പറയുന്നില്ല. ഞങ്ങളടുത്ത് പറയണ്ടേ, എന്തുണ്ടായാലും ഞങ്ങളടുത്ത് പറയണ്ടേ. ഞങ്ങളുടെ അവരുടെ അവരുടെ തള്ളയ്ക്ക് അറിയാമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അവരുടെ ആ പിന്നെ മുഖഭാവത്തിൽ നിന്ന് അവർക്ക് ഇത് വലിയ വിഷമമൊന്നും കാണുന്നില്ല തള്ളയ്ക്ക്. പിന്നെ അവര് ആ രീതിയിലാണ് അവിടെ ഇടപെട്ടുകൊണ്ടിരുന്നത്. കർണാടക പോലീസ് എഫ്ഐആർ ഇട്ടു. എഫ്ഐആർ ഇട്ടിനെ അവർ തുടർ അന്വേഷണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പിന്നെ DGP ശ്രീ സാറിനെ ഏൽപ്പിച്ചു. ഞാൻ ശ്രീ സാറിനെ വിളിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ CWCക്ക് പരാതി കൊടുത്തിരുന്നു. വനിതാ കമ്മീഷൻ കൊടുത്തു. CWC നാളെ ശനിയാഴ്ച ചെല്ലാൻ ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നു. നാളെ ചെല്ലണം ഞങ്ങൾക്ക്. അപ്പോൾ അറിയാം അവരെന്താ തീരുമാനമെടുത്തത്. ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് കൊച്ചിനെ കിട്ടണം. കാരണം ഇവന്റെ ഈ വഴിവിട്ട ബന്ധത്തിൽ കൊച്ചിനുള്ള ഇത് കൊടുത്താൽ ആ കൊച്ചിന്റെ ഭാവി അപതാളത്തിലാവും. ആ കൊച്ച് നശിച്ചു പോവും. കാരണം ഇവൻ വേറെ ഏതെങ്കിലും വിവാഹം കഴിക്കും, അത് ഉറപ്പാണ്. ഇവൻ വേറെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഇവരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ എൻ്റെ കുഞ്ഞ് പിന്നെ അനാഥമാവും. അവിടെ രണ്ടാമയുടെ വീട് സഹിക്കേണ്ടി വരും. ഈ അച്ഛനും അമ്മയും അങ്ങേയറ്റം വേദനയോട് കൂടി തന്നെയാണ്. കാരണം അവരുടെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു അവരുടെ മകൾ. ആ കുട്ടി, അതോടൊപ്പം തന്നെ ആ കൊച്ചു കുട്ടിയെ പോലും ഇവർക്കൊന്നും കാണാനുള്ള അവസരം ഉണ്ടായില്ല. കാരണം മരണസമയത്ത് പോലും ആ കുട്ടിയെ ഇവരെ നേരെ ചൊവ്വയെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അടുത്ത് വരാനോ ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. ഒരുപക്ഷെ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏക സാക്ഷിയായി ഉണ്ടായിരുന്നത് ആ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. ഈ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കർണാടക പോലീസ് FIR ഈ കേസിൽ രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഇപ്പോൾ കേരള പോലീസിൽ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഈ കുടുംബം മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും അന്വേഷണം കൃത്യമായി നടക്കുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം തങ്ങളുടെ മരണത്തിന് എന്താണ് കാരണം, അല്ലെങ്കിൽ മകൾ ദുരൂഹമായ സാഹചര്യത്തിൽ മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, ഇക്കാര്യങ്ങളാണ് ഈ കുടുംബം അന്വേഷിക്കുന്നത്. ഇതിൽ വ്യക്തത വരുത്തുക എന്നതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളോട് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം വിവൻസൻ.